ഇടുക്കി 2014 LDF ജോയ്സ് ജോർജിലൂടെ അട്ടിമറി വിജയം നേടിയ മണ്ഡലമാണ്. പക്ഷെ നമ്മുടെ ആദ്യഘട്ട സർവേ 10% അഡ്വാൻറ്റേജ് ആണ്. 10% അഡ്വാൻറ്റേജ് ആണ് ഇതേ ജോയ്സ് ജോർജിന് മുകളിൽ ഡീൻ കുര്യാക്കോസിന് നൽകിയത്. 48-38. അത് അതേപടി നിലനിൽക്കുകയായിരിക്കുമോ? അതാണ് നമുക്ക് അറിയാനുള്ളത്. ഇടുക്കി നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ടൈംസിൽ ചിന്തിക്കുമ്പോൾ പരമ്പരാഗതമായി അത് UDF പിന്തുണയ്ക്കുന്ന മണ്ഡലമാണ്. അപൂർവമായി മുൻപ് PJ ജോസഫ് LDF-ലായിരുന്ന സമയത്ത് ഫ്രാൻസിസ് ജോർജ് ജയിച്ചതും, പിന്നെ കഴിഞ്ഞ 2014 വളരെ സവിശേഷമായ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയോടുകൂടിയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ LDF ജയിച്ചതും ഒഴിച്ചാൽ പൊതുവെ UDF മണ്ഡലമാണ് ഇടുക്കി. അതിൽ എന്തെങ്കിലും മാറ്റം വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? വലിയ മാറ്റമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്നാലും ജോയ്സ് ജോർജ് ഏതെങ്കിലും തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയോ, ഡീന് ഇനിയും മുന്നേറാൻ കഴിഞ്ഞോ എന്നുള്ളതാണ് അറിയാനുള്ളത്. നമുക്ക് പെട്ടെന്ന് പോയി നോക്കി വരാം. തീർച്ചയായും. ഇടുക്കി എന്ത് ചിന്തിക്കുന്നു? ഇടുക്കിയുടെ റിസൾട്ട് നമുക്ക് സ്ക്രീനിലേക്ക് വരികയാണ്. ഇടുക്കിയിൽ ജോയ്സ് ജോർജ് ഇപ്പോഴും പിറകിലാണ്. അവിടെ ഡീൻ കുര്യാക്കോസ് 8% ഡിഫറൻസ് നിലനിർത്തുന്നു. 44, 36, 14 എന്നുള്ളതാണ് നമ്മൾ കണ്ട ഈ കണക്ക്. അതായത് 44% വോട്ട് ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ നേടും. രാമക്കൽ മേട്ടിൽ വീശുന്ന കാറ്റിൽ ആ കാറ്റ് ഡീന് തന്നെ അനുകൂലമാണ്. പക്ഷേ അതായത് നമ്മൾ ആദ്യഘട്ട സർവേയിൽ പറഞ്ഞ അത്രയും വോട്ട് വിഹിതം ഡീൻ കുര്യാക്കോസ് നേടില്ല എന്നാണ് രണ്ടാം ഘട്ട സർവേ പറയുന്നത്. അതുപോലെ തന്നെ ഡിഫറൻസ് കുറഞ്ഞിരിക്കുന്നു. നേരത്തെ 10% ഡിഫറൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ജോയ്സും ഡീനും തമ്മിലുള്ള ഡിഫറൻസ് 8%. 8% കുറയുന്നു. അത് സ്വാഭാവികമാണ്. കഴിഞ്ഞ തവണത്തെ വിജയം അവിടെ UDF ഉണ്ടാകും എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. കൂടുതൽ സീറ്റ് കോൺഗ്രസിന് നേടിയെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു വിജയം അവിടെ ഡീനിന് ഉണ്ടാകും എന്നുള്ളതാണ് കരുതുന്നത്. അവിടെ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഈ കേരള സ്റ്റോറിയുടെ വിവാദം ഉണ്ടായപ്പോൾ ഈ 2 സ്ഥാനാർത്ഥികളെയും നമ്മുടെ റിപ്പോർട്ടർ ജെയിൻ അവിടെ സമീപിച്ചു. അപ്പോൾ ജോയ്സ് ജോർജ് ഞാൻ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഡീനാണെങ്കിൽ ഞാൻ തിരക്കാണ്, എനിക്കൊന്നും പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞു. എത്ര വളരെ വിദഗ്ധമായാണ് ഇടുക്കിയിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ അവർ നിലപാടെടുത്തത് എന്നുള്ളത് വളരെ വ്യക്തമായി. ഈ സർവേയിൽ നിന്ന് കാണുന്ന ഒരു കാര്യം, സംഗീത വിശ്വനാഥൻ വന്നതോടുകൂടി NDAയുടെ വോട്ട് ഷെയർ കൂടുന്നുണ്ട്. SNDP യോഗത്തിന് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ് ഇടുക്കി മണ്ഡലം. അപ്പോൾ അവിടെ BDJSന്റെ ഒരു കാൻഡിഡേറ്റ് വരുന്നതോടുകൂടി അവർ പിടിക്കുന്ന വോട്ടുകൾ സാധാരണയിൽ നിന്ന് കൂടുന്നു എന്നൊരു സൂചന സംഗീത വിശ്വനാഥന്റെ ഈ വോട്ട് വിഹിതത്തിലെ വർധനയിൽ നിന്ന് ഒരു സൂചന നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഡീനിന്റെ വോട്ട് വിഹിതം കുറയുന്നത് സംഗീത പിടിക്കുന്ന അധിക വോട്ടുകൾ വഴിയാകാമെന്ന് തോന്നുന്നു. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അങ്ങനെയാണ് കാണുന്നത്. കാരണം നമ്മുടെ ആദ്യഘട്ടത്തേക്കാൾ ഡീനിന് 4% കുറവുണ്ട്, ജോയ്സ് ജോർജിന് 2% കുറവുണ്ട്. BJP കാൻഡിഡേറ്റ് BDJSന്റെ സ്ഥാനാർത്ഥിക്ക് 1% വർധനയാണ്. അത് 2019 തെരഞ്ഞെടുപ്പുമായിട്ട് നോക്കുമ്പോൾ അന്ന് 9% നേടിയിരുന്ന BJP സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുന്നണി NDA സ്ഥാനാർത്ഥി ഇത്തവണ 14% നേടുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അങ്ങനെ വോട്ടുകൾ അധികമായി NDA സമാഹരിക്കുന്ന ഒരു പാറ്റേൺ കാണുന്നുണ്ട് ഇടുക്കിയിൽ. പക്ഷേ അത് റിസൾട്ടിനെ ബാധിക്കില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന എല്ലാ സൂചനയും. കാരണം 8% ലീഡ് എന്ന് പറയുന്നത് വലിയ ഒരു മാർജിനാണ്. ഇടുക്കി ജോയ്സ് ജോർജ് അവിടെ പരാജയപ്പെടുന്നതിന്റെ സൂചന, നമുക്ക് പരാജയപ്പെടുന്നു എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല, പിറകിലാണ് എന്നതിന്റെ സൂചന നമുക്ക് കൃത്യമായി നൽകാൻ കഴിയും. ഡീൻ കുര്യാക്കോസ് അവിടെ കംഫർട്ടബിൾ ആണ്. അവിടെ ഡീൻ കുര്യാക്കോസ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ പ്രവചന ഫലം.